ഞാൻ ചന്ദ്രൻ ചിറ്റിലഞ്ചേരി തേങ്ങാപ്പാലൊഴിച്ചു വെച്ച ഫിലോപ്പി മീൻ കറി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കറിക്ക് ആവശ്യമായ ഒരു 1.5 കിലോ ഫിലോപ്പി മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വൃത്തിയാക്കി കഴുകി വാരി ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുക്കാം. മീൻ കറിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 100 ഗ്രാം ചെറിയുള്ളി വൃത്തിയാക്കി എടുത്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ കുറച്ച് പിഴിഞ്ഞെടുക്കാം. കറി തയ്യാറാക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അല്പം കടുകിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായി വതകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്താം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്താം. ചേരുവകയെല്ലാം നന്നായി വതകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് പൊടികൾ ചേർത്താം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചേരുവകയെല്ലാം നന്നായി വതകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞത് കൂടി ഒഴിക്കാം. ഇനി അതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്താം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം.
മീൻകറി തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻകറി വെക്കുന്നത് എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം മൺചട്ടിയിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെയാണ്. മീൻകറി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്, അതൊന്നും ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച ഫിലോപ്പി മീൻ കറി തയ്യാറാക്കിയ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.